ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെട്രോ എന്ന് പറയുന്ന മൂവിയുടെ ടീസർ റിയാക്ഷൻ വീഡിയോ ആണ്. സോ നമുക്കറിയാം, നമ്മുടെ സൂര്യയുടെ കങ്കുവയ്ക്ക് ശേഷം റിലീസ് ആവാൻ പോകുന്ന ഒരു മൂവിയാണ് റെട്രോ എന്ന് പറയുന്ന മൂവി. കാർത്തിക് സുബ്ബരാജ് ആണ് ഡയറക്ഷൻ ചെയ്യുന്നത്. സോ കങ്കുവ മൂവിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ലിറ്ററലി ആക്ച്വലി അതൊരു ഫ്ലോപ്പാണ്. പക്ഷേ അതിലൊരുപാട് സീക്വൻസ് ഒക്കെ നമുക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നിരിക്കുന്ന സീക്വൻസ് ആയിരുന്നു തിയേറ്ററിൽ കേട്ടോ. പക്ഷെ ലിറ്ററലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ ഒരു മൂവി വളരെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു മൂവിയാണ് കളക്ഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ അതിനുശേഷം വരുന്ന ഒരു മൂവിയാണ് ഈ റെട്രോ എന്ന് പറയുന്നത്. കാർത്തിക് സുബ്രാജ് ആണ് ആക്ച്വലി ഡയറക്ഷൻ. സോ കാർത്തിക് സുബ്രാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജിഗർദണ്ഡ ഡബിൾ എക്സൽ, അതുപോലെ തന്നെ തൊട്ടു മുമ്പത്തെ ഫിലിമായിരുന്നു ജിഗർദണ്ഡ ഡബിൾ എക്സൽ, ലോറൻസും അതുപോലെ എസ് ജെ സൂര്യയുമായിട്ടുള്ള ഒരു ഫിലിമായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു മൂവി ആയിരുന്നു. കളക്ഷൻ വൈസ് ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും ഒരു നല്ലൊരു മൂവി ആയിരുന്നു ജിഗർദണ്ഡ ഡബിൾ എക്സൽ എന്ന് പറയുന്നത്. അതിനു മുമ്പ് വന്നത് മഹാൻ എന്ന് പറയുന്ന മൂവി ആയിരുന്നു കാർത്തിക് സുബ്ബരാജിന്റെ. മഹാൻ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ് കേട്ടോ. പക്ഷെ അത് ആക്ച്വലി തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട ഒരു മൂവി ആയിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ അവർ ഒ ടി ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ആക്ച്വലി തിയേറ്ററിൽ കാണണം വിചാരിച്ച മൂവിയായിരുന്നു മഹാൻ എന്ന് പറയുന്നത്. അതായത് വിക്രമും അതുപോലെ തന്നെ വിക്രമിന്റെ മോനും നേർക്ക് നേർ കാണുന്നൊരു ഫിലിമായിരുന്നു. ആക്ച്വലി അവരുടെ ഫസ്റ്റ് ഫിലിമായിരുന്നു. നേർക്ക് നേർ കാണുന്ന ഒരു ഫിലിമായിരുന്നു ആക്ച്വലി ആ ഒരു മഹാൻ എന്ന് പറയുന്നത്. പക്ഷെ അതെനിക്ക് തിയേറ്റർ മിസ്സായി, കാരണം അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവരെല്ലാവരും കൂടി ചേർന്ന് വരുന്ന ഒരു മൂവിയാണ് ഈ റെട്രോ എന്ന് പറയുന്നത്. സോ സന്തോഷ് നാരായണനാണ്, ആക്ട്രസ് പൂജ ഹേദയാണ്. സോ മ്യൂസിക് എന്ന് പറയുന്നത് സന്തോഷ് നാരായണനാണ്. സോ ഓൾമോസ്റ്റ് ജിഗർദണ്ഡ ഡബിൾ എക്സലും സന്തോഷ് നാരായണൻ തന്നെയായിരുന്നു, മഹാനും സന്തോഷ് നാരായണൻ തന്നെയാണ്. സോ കാർത്തിക് സുബ്രാജ് പൊതുവെ സന്തോഷ് നാരായണനാണ് മ്യൂസിക് കൂടുതലും കൊടുക്കുക. പക്ഷെ സന്തോഷ് നാരായണൻ നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ നമ്മുടെ ഈ ചിത്ത എന്ന് പറയുന്ന ആ ഒരു മൂവിയിലൊക്കെ മറ്റേ ഉണക്കുത്താൻ എന്ന് പറയുന്ന ആ ഒരു സോങ് ആക്ച്വലി സന്തോഷ് നാരായണനായിരുന്നു. സോ അത്യാവശ്യം നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് സന്തോഷ് നാരായണൻ എന്ന് പറയുന്നത്. സോ ഇവരുടെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പാക്കേജ് എന്നുള്ള രീതിയിലാണ്, എല്ലാവരും കൂടിയുള്ള ഒരു പാക്കേജ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു മൂവി വരുന്നത്. അത്യാവശ്യം നല്ലൊരു എക്സ്പെക്ടേഷൻ തന്നെയുണ്ട്. തൊട്ട് മുമ്പ് ഇതിന്റെ ഒരു ടൈറ്റിൽ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അത് ആക്ച്വലി ഓൾമോസ്റ്റ് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു ഗാങ്സ്റ്റർ ഫിലിം എന്നുള്ള രീതിയിലാണ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ടൈറ്റിൽ ടീസർ എങ്ങനെ ഉണ്ടാവും, ടൈറ്റിൽ ടീസർ ഞാൻ കണ്ടായിരുന്നു. സോ ഇതിന്റെ ടീസർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ വൈകാതെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഓക്കെ വൺ മോർ തിങ് ടോ, ആക്ച്വലി 2D എന്റർടൈൻമെന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളുടെ തൊട്ടു മുമ്പ് 2D എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസ് ചെയ്തൊരു ഫിലിമായിരുന്നു ആക്ച്വലി മെയ്യഴകൻ എന്ന് പറയുന്ന ഫിലിം. അത് ആക്ച്വലി ഓൾമോസ്റ്റ് അവരുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു മൂവിയായിരുന്നു ഈ ഒരു മെയ്യഴകൻ എന്ന് പറയുന്നത്. വൺ 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 ഓഫ് ദി മൈ ഫേവറേറ്റ് മൂവി എന്നുള്ള രീതിയിൽ പറയാം മെയ്യഴകൻ. പക്ഷെ അത് ആക്ച്വലി ഒരുപാട് തിയേറ്റർ എക്സ്പീരിയൻസ് ആർക്കും കിട്ടിയിട്ടില്ല. ആരും അതങ്ങനെ എന്താ പറയാ കാണാതെ പോയൊരു മൂവിയാണ് ആക്ച്വലി മെയ്യഴകം പറയുന്നത്. അതും ഒരു നല്ലൊരു കഥയുള്ളൊരു മൂവിയായിരുന്നു. നമ്മളുടെ 96 ടീം ആണ് ആക്ച്വലി ആ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തത്. സോ അത് സൂപ്പർ മൂവിയാണ്. സോ അത് പ്രൊഡ്യൂസ് ചെയ്ത ആക്ച്വലി 2D എന്റർടൈൻമെന്റ് ആണ്. സോ സൂര്യയുടെ ഈ ഒരു മൂവിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2D എന്റർടൈൻമെന്റ് ആണ്. സോ നോക്കാം. ഈ ഒരു സീൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇവര് മുമ്പ് ഇറക്കിയ ആ ഒരു ടൈറ്റിൽ ടീസറിലും ഇതേ സീൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. സോ ഇതെങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. लोगों को भी पड़ता है எப்போ ஒரு வேலை பார்க்கறது நீயோட விடுது அடிக்கடி கட்டப்பதியா திருத்த கிளறி ரவுடித்தனம் எல்லாத்தையும் நொடியோட விட்டுடுத சிரிக்க சந்தோஷமா இருக்க முயற்சி பண்ணுது என் பொறுப்புக்கான பர்பஸ் உன் பாஷையில சொல்லணும் என் தம்மம் இனி காதல் பரிசுத்த காதல் அது மட்டும்தான் கட்ட ரைட்டா சொல்லிக்கிடுது
இப்ப நீ சொல்லு, கல்யாணம் பண்ணிக்கலாமாடி? കാർത്തിക് സുബ്രാജ് ആക്ച്വലി ലവ് ഫോർ വാർ. മെയ് 1 തൊഴിലാളി ദിനത്തിനാണ് ആക്ച്വലി വേൾഡ് വൈഡ് റിലീസ് എന്ന് പറയുന്നത്. സോ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് നല്ല ഒരു ടീസർ ആയിരുന്നു. ആക്ച്വലി ഇതിന്റെ ടൈറ്റിൽ ടീസറും ഓൾമോസ്റ്റ് ഇത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പൊ ഇത് ഇവർ എന്താ വ്യത്യാസം കാണിച്ചിരിക്കുന്നുള്ളത് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് ടൈറ്റിൽ ടീസർ മുമ്പുണ്ടായിരുന്ന അതേ കാര്യം തന്നെയാണ് ഈ ഒരു ടീസർ എന്നുള്ള രീതിയിൽ ഇറക്കിയിരിക്കുന്നത്. സോ ഓൾമോസ്റ്റ് സൂപ്പർ ആയിരുന്നു. ഒരു ഗാങ്സ്റ്റർ ഫിലിം തന്നെയാണ്. ആക്ച്വലി പൂജ ഹെഗ്ഡെയുടെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഈ ഒരു സീന് സൂപ്പർ ആയിരുന്നു കേട്ടോ. സോ അത് ഫിലിമിൽ എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുന്നുള്ളത് അറിയില്ല, പക്ഷെ ഈ ഒരു സീനിൽ നല്ലൊരു ക്യാരക്ടറാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ നന്നായിരുന്നു. സോ തൊഴിലാളി ദിനത്തിന് കാണാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതിന് മുമ്പ് ട്രെയിലർ ഇറങ്ങുമല്ലോ, അപ്പൊ നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. ഓൾമോസ്റ്റ് ജോർജ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ജോർജ് അച്ഛനായിട്ടാണോ എന്നുള്ള രീതിയിൽ നമുക്കറിയില്ല. കാരണം ആ ഒരു ഡയലോഗ് വരുന്ന സമയത്ത് ജോർജിനെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് പേര് കാസ്റ്റിലുണ്ട്. സോ നമുക്ക് നോക്കാം എത്രത്തോളം നന്നായിട്ടുണ്ടാവും എന്നുള്ളത്. സോ കങ്കോ എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ ഉദ്ദേശിച്ച അത്രത്തോളം, കാരണം ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു ഫിലിമാണ്, 3D ഫിലിം, അതുപോലെ തന്നെ ബിഗ് ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ. അതുപോലെ ബോബി ഡിയോൾ ഇവരിനെയൊക്കെ എല്ലാവരെയും കൊണ്ടുവന്ന് കാർത്തിക്കിന്റെ മറ്റേ ക്യാമിയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അവസാനം ഒന്നുമില്ലാത്ത രീതിയിൽ പോയതാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും നമുക്ക് നോക്കാം. ട്രെയിലറിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. സോ അത്രേ ഉള്ളൂ റെട്രോന്റെ ടീസർ റിയാക്ഷൻ എന്നുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.